പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും പത്രമാറ്റിന്റെ എപ്പിസോഡൊന്നും വന്നിട്ടില്ല, പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ആദർശിന്റെയും നയനയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് നയന ചെന്ന് ചാടിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദർശ് ആ ഒരു ജനറേറ്റർ ഓഫ് ആയതുകൊണ്ട് തന്നെ ആദർശ് വെറുതെ ആ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ നയന ആ സമയത്താണ് നയന കണ്ണ് തുറന്നത്. അപ്പോൾ നയന വിചാരിച്ചത് ആദർശ് നയനെ ഉമ്മ വെച്ചു എന്നാണ്. അങ്ങനെ അതിന്റെ കടം ഞാൻ ബാക്കി വീട്ടിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നയനോട് എല്ലാവരും പറയുന്നത്, മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നത് നവ്യയ്ക്കും ഇനിയിപ്പോൾ കുഞ്ഞു പിറക്കും, അപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവണ്ടേ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് നയനയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നയന ഈ കാര്യങ്ങൾ ആദർശനോട് വന്ന് പറയുകയും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, എന്തായാലും എൻ്റെ കടം ഞാൻ വീട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആദർശനെ കെട്ടിപ്പിടിച്ച് അവരുടെ ഉമ്മ വയ്ക്കാനൊക്കെ ആയിട്ട് നോക്കുന്നതും പിന്നെ ആദർശ ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നതും പിന്നെ അവരുടെ കളിതമാശയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അനന്തപുരിയിൽ മറ്റൊരു സംഭവം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നവ്യയുടെ വയറ്റിലെ കുഞ്ഞ് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വിഷം കലക്കി ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഇതുവരെയും അതിന്റെ ഫലമൊന്നും കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജലജ അബിയോട് പറയുവാണ്, നീ ആ ഒരു ജ്യൂസ് കൊടുത്തില്ലേ, എന്നിട്ട് അവർക്ക് ഒരു പ്രശ്നം വന്നില്ലേ, അതോ ഇനി വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവളോട് നേരിട്ട് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അത് സംശയം തോന്നുകയും ചെയ്യും. പിന്നെ അവൾ അവസാനം വീട്ടുകാരോടൊക്കെ മറ്റുള്ളവരെല്ലാവരോടും പറയുകയും ചെയ്യും. പിന്നെ അത് വലിയൊരു ഭൂകമ്പത്തിലേ അവസാനിക്കത്തുള്ളൂ. അപ്പം ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു പ്ലാൻ ചീറ്റിപ്പോയതിന്റെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നവ്യ നയനയോട് മാറ്റി നിർത്തിയിട്ട് പറയുവാണ്, ഈ ഒരു വളകാപ്പും കാര്യങ്ങളൊക്കെ വരും, അപ്പോൾ അതിനെ പറ്റിയുള്ള സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ നയന പറഞ്ഞത് വളകാപ്പോ ഒന്നും നടക്കുന്നില്ല, കാരണം ചേച്ചി മനഃപൂർവ്വം എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് മറ്റുള്ളവരോട് സത്യം പറയണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരിക്കലും പറ്റത്തില്ല, കാരണം ചേച്ചി ഈ ഒരു ആത്മഹത്യാ ഭീഷണി നടത്തുന്നത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും സത്യം തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ആ സത്യം തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ചേച്ചി ഇത് നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് നയന ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് നവ്യ കൂട്ടാക്കുന്നില്ല. എന്തായാലും വളകാപ്പ് കഴിയുമ്പോൾ ഒരുപാട് സ്വർണം മുത്തശ്ശി എനിക്ക് തരും, അപ്പൊ ആ സ്വർണ്ണങ്ങൾ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയാൽ തന്നെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പണിയിറങ്ങേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സ്വർണം കൊണ്ട് ജീവിക്കാനേ ഉള്ളൂ. അത് മാത്രമല്ല അങ്ങനെ നയനയും നവ്യയും കൂടിയുള്ള ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അഭിയുടെ ആ ഒരു പാളിച്ചയാണോ അല്ലെങ്കിൽ നവ്യക്കിനി മനഃപൂർവ്വം നവ്യ വേദന കാണിക്കാത്തതാണോ എന്താണെന്ന് ജലജയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല. അതിനെപ്പറ്റി സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അഭി പറയുവാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഒരു അമ്മയ്ക്ക് തന്ന ആ ഒരു മരുന്ന് തന്നില്ല, ആ ഡോക്ടറിനെ തന്നെ വിളിച്ച് കാര്യം പറഞ്ഞു നോക്ക്. അപ്പോൾ ആ ഡോക്ടർ എന്തെങ്കിലും പരിഹാരം പറയുമല്ലോ, ഇതിന് എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു തരുമല്ലോ, ചിലപ്പോൾ മരുന്ന് മാറിയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണോ എന്ന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ആ ഡോക്ടറിനെ ആ ഒരു വിഷം തന്ന ഡോക്ടറിനെ വിളിച്ച് കാര്യം പറയുവാണ്. ഞങ്ങളിങ്ങനെ മരുന്ന് കൊടുത്തതിന് ശേഷം ഇതുവരെയും അവർക്ക് വേറെ അസ്വസ്ഥതയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അവളോട് ചോദിക്കാനും പറ്റത്തില്ല, അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് അത് കൂടിയ വിഷമാണ്. അപ്പൊ അത് നവ്യയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ആ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് അത് വെച്ചാൽ ആ കുഞ്ഞു മരിച്ചിരിക്കും. പക്ഷെ ഇത്രയും നേരമായിട്ടും അവർക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിലെന്തോ ഒരു തിരിമറിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അവൾ എന്തായാലും ഡോക്ടറിനെ കാണിക്കാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞേ, ആ ഡോക്ടറിനെ അറിയാമെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറിനെ നേരിട്ട് കണ്ട് സംസാരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഡോക്ടറിനെ കാണിക്കുന്ന ആ ചെക്കപ്പോ അല്ലെങ്കിൽ അതിന്റെ സ്കാനിങ് റിപ്പോർട്ടോ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. എന്തായാലും ഇതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിൽ എന്താണ് മറിഞ്ഞിരിക്കുന്നത് എന്നുള്ള യഥാർത്ഥ സത്യം ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ഡോക്ടറിനെ കാണിക്കുന്ന ആ ഒരു റിപ്പോർട്ടിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്ന് ഡോക്ടർ ജലജയോട് പറയുന്നുണ്ട്. അപ്പൊ ജലജയ്ക്ക് ചെറിയൊരു സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് നാൾ അവളുടെ വയറൊന്നും വീർത്ത് നിന്നിട്ടില്ലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് വയറൊക്കെ ഇങ്ങനെ വീക്കം വന്ന് തുടങ്ങിയത്. അത് മാത്രമല്ല ആദ്യം ഒരു വട്ടം പപ്പായൊക്കെ കലക്കി കൊടുത്തിട്ടും അവർക്ക് ഒരു കുഴപ്പവും വന്നില്ല. അത് മാത്രമല്ല രണ്ടാമത് ഈ ഒരു വിഷം കൊടുത്തിട്ടും അവർക്ക് ഒരു പ്രശ്നം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നവ്യയും ആരും ഇല്ലാത്ത സമയത്ത് ജലജ ആ ഒരു റൂമിൽ പോയിട്ട് നവ്യയുടെ ആ ഒരു റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് നവ്യ വരുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ജലജയ്ക്ക് ഇതിന്റെ ദുരൂഹത അല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ, നവ്യ ഗർഭിണിയല്ല എന്നുള്ള സത്യം
ജലജ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നവ്യ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നവ്യക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? ഇനി പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയതായിരിക്കും. ബൈ.